നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്ന 7 കമ്പനികളിലെ ഫ്രഷർ അവസരങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിലും കൊച്ചി ഇൻഫോ പാർക്കിലും ഒക്കെ പ്രവർത്തനമുള്ള വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ് സ്പെറിഡിയൻ. സ്പെറിഡിയനിലേക്കുള്ള ഫ്രഷർ ഹയറിംഗ് ആണ്. കൂടാതെ കൊച്ചി TCSലേക്കുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ, അതല്ലെങ്കിൽ വിപ്രോയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊക്കെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. UAE ഒരു കമ്പനിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു ഹയറിംഗ് വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ എയർപോർട്ട് അവസരങ്ങൾ, തിരുവനന്തപുരം എയർപോർട്ടിലേക്കുള്ള ചില അവസരങ്ങൾ വരെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാൻ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അപ്പോൾ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ അവസരം നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലും കൊച്ചി ഇൻഫോ പാർക്കിലും ഒക്കെ പ്രവർത്തനമുള്ള പ്രമുഖ അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയായ സ്പെറിഡിയൻ ടെക്നോളജീസിലേക്കാണ്. സ്പെറിഡിയൻ ടെക്നോളജി ട്രെയിനി അസോസിയേറ്റ് തസ്തികയിലേക്ക് ഇപ്പോൾ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓർക്കുക, BSc BCA അല്ലെ MSc MCAക്കാർക്കുള്ള അവസരമാണ്. BSc എന്നൊക്കെ പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ്, IT അല്ലെ MSc അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അല്ലെ BCA MCAക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. AIML ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗിലൊക്കെ നോളജ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊരു ഇമ്മീഡിയറ്റ് ഹയറിംഗ് ആണ് എന്നാണ് HR ടീം സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ജോയിൻ ചെയ്യാവുന്നവർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. 2025-ലും 2026-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കൊക്കെയുള്ള അവസരമാണ്. ട്രിവാൻഡ്രം ലൊക്കേഷനിലേക്ക് ടെക്നോ പാർക്ക് തിരുവനന്തപുരത്തേക്കായിരിക്കും മിക്കവാറും ഹയറിംഗ് നടക്കുന്നത്. ഇതിന്റെ പേ പാക്കേജ് 2.8 lakh to 4 lakh per annum CTC എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് താല്പര്യമുള്ളവർ jobsbridge.com എന്ന സൈറ്റ് പോകും. അവിടെ പോയിട്ട് സ്പെറിഡിയൻ നിന്ന് സെർച്ച് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ ഉടൻ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ട്, അവിടെയും എല്ലാ വേക്കൻസിയുടെയും ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. ഇനി അടുത്ത അവസരം ഇത് UAEയിലേക്കാണ്. UAEയിൽ ഷാർജയിലും അതേപോലെ തന്നെ ദുബായിലും ഒക്കെ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ് ഓസ്റ്റിൻ സെന്റർ. ഇത് ഈ പീഡിയാട്രിക് തെറാപ്പി ഒക്കെ നടത്തുന്ന ഒരു കമ്പനിയാണ്. അതായത് ഈ കുട്ടികളുടെ റീഹാബിലിറ്റേഷൻ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. മലയാളി മാനേജ്മെന്റിലുള്ള ഒരു കമ്പനിയാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ഇവര് 4 പൊസിഷനിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ലേഡീസിനെ അക്കൗണ്ടന്റ് ആയിട്ടും റിസപ്ഷനിസ്റ്റ് ആയിട്ടും ഹയർ ചെയ്യുന്നുണ്ട്. മാനേജറായിട്ടും ഹയർ ചെയ്യുന്നുണ്ട്. ഔട്ട്ഡോർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഗേൾസിനും ബോയ്സിനും ഒക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. സാലറി പ്ലസ് വിസ, എയർ ടിക്കറ്റ്, ഇൻഷുറൻസ്, കരിയർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇതൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് താല്പര്യപ്പെടുന്നവര് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി അടുത്ത അവസരം TCSലേക്കാണ്. ടാറ്റ ഗ്രൂപ്പിലുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസസ് കൊച്ചിയിലേക്ക് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. TCSന്റെ BPS ബിസിനസ് പ്രോസസ് സർവീസസ് ഡിവിഷനിലേക്കാണ് ഒരു ഹയറിംഗ്. ഫ്രഷേഴ്സ് മുതൽ 6 months താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വരെ വോക്ക് ഇൻ ഇന്റർവ്യൂ പങ്കെടുക്കാം. മാനേജ്മെന്റ് ട്രെയിനി തസ്തികയിലേക്കാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ. വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് 27-ാം തീയതി 8:30 AM to 10:30 AM ഈ സമയത്തിന് ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്യാം. വോക്ക് ഇൻ ലൊക്കേഷന് TCSന്റെ കൊച്ചി ഇൻഫോ പാർക്ക് ക്യാമ്പസിലേക്കായിരിക്കും. അപ്പോൾ ആരെയായിരിക്കും ഇവരെ ഈ മാനേജ്മെന്റ് ട്രെയിനി പൊസിഷനിലേക്ക് ഹയർ ചെയ്യുക? ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് 2024-ലും 2025-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവരും 2026-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കുമാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ പങ്കെടുക്കാനായിട്ട് കഴിയുക. അതിന്റെ ക്വാളിഫിക്കേഷൻ MBA, പ്രത്യേകിച്ച് HR അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ HR, MHR, MAHR ഇങ്ങനെയൊക്കെയുള്ള കോഴ്സ് കഴിഞ്ഞവർ, അല്ലെ MSWHR അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി HR-ൽ ഡിപ്ലോമ HR-ലൊക്കെ കഴിഞ്ഞവർക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വോക്ക് ഇൻ ചെയ്യുവാനായിട്ട് കഴിയും. ഓർക്കുക, ഇവര് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഫുൾ ടൈം ഡിഗ്രി ആയിരിക്കണം എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ആപ്റ്റ്യൂഡ് ടെസ്റ്റും ഇന്റർവ്യൂ ആയിരിക്കും വെന്യൂവിൽ നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വോക്ക് ഇൻ ചെയ്യില്ല. ആദ്യം നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യണം. TCSന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിൽ പോയി രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം വോക്ക് ഇൻ ഇന്റർവ്യൂ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യും, ആ കാര്യങ്ങളൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലുണ്ട്. അല്ലെങ്കിൽ jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് TCS എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഓർക്കുക, ഇവരിവിടെ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, അപ്ഡേറ്റഡ് റെസ്യൂമെ, ഗവൺമെന്റ് ID പ്രൂഫ്, അക്കാഡമിക് ഡോക്യുമെന്റ്സ്, അതായത് 10th-ന്റെയും 12th-ന്റെയും ഡിഗ്രിയുടെയും ഒക്കെ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് വേണം വോക്ക് ഇൻ ചെയ്യാനായിട്ട്. അപ്പം 27-ാം തീയതി TCSന്റെ BPS ഡിവിഷനിലേക്കുള്ള ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് ആണ്. വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഓക്കെ, ഇനി നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു അവസരം സിനി പോലീസിലാണ്.
നമുക്കറിയാം നമ്മുടെ എറണാകുളത്ത് MG റോഡിലുള്ള സെൻട്രൽ സ്ക്വയർ മാള്, അവിടെ ഉള്ള വളരെ പ്രമുഖമായിട്ടുള്ള ഒരു മൾട്ടിപ്ലെക്സ് ആണിത്. അപ്പോൾ അവിടേക്ക് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്സ് എന്നുള്ള തസ്തികയിലാണ്. 30ഓളം പേരെയാണ് ഇവർ ഹയർ ചെയ്യുന്നത്. പ്രായം 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലായിരിക്കണം. ബോയ്സിനും ഗേൾസിനും ഒക്കെ അവസരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. സെൻട്രൽ സ്ക്വയർ മാളിന്റെ 6th ഫ്ലോറിലുള്ള സിനി പോലീസിലേക്കാണ് വോക്ക് ഇൻ ചെയ്യേണ്ടത്. വോക്ക് ഇൻ ടൈം ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. മിനിമം +2 ഉള്ളവർക്കും ഇതിൽ പങ്കെടുക്കാൻ കഴിയും. അപ്പം +2 ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞ 18 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണെങ്കിൽ നേരിട്ട് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താനായിട്ട് കഴിയും. ഷിഫ്റ്റിലൊക്കെ പല ഷിഫ്റ്റുകളുണ്ട്. നമുക്കറിയാം ഈ മൾട്ടിപ്ലെക്സിലൊക്കെ ഷോസ് പല ഷിഫ്റ്റ് ആയിരിക്കും. അതിലൊക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത്യാവശ്യം ഇതിന്റെ പാക്കേജും കാര്യങ്ങളും ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കി വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് വിപ്രോയിൽ ലഭ്യമായിരിക്കുന്ന ഒരു അവസരം ഒന്ന് പരിശോധിക്കാം. കോയമ്പത്തൂർ ലൊക്കേഷനിലേക്കാണ് വിപ്രോ ഹയർ ചെയ്യുന്നത്. ടെസ്റ്റിംഗ് ട്രെയിനി തസ്തികയിലേക്കാണ്. ബിടെക്കുകാർക്കുള്ള അവസരമാണ്. പ്രത്യേകിച്ച് 2025 പാസ് ഔട്ട് ആയിട്ടുള്ള ബിടെക്കുകാർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും. വിപ്രോയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. നമ്മൾ അറിയുന്ന പോലെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് 5 IT കമ്പനികളിലൊന്നാണ് വിപ്രോ എന്നുള്ളത്. അവരാണ് കോയമ്പത്തൂരിലേക്ക് ഹയർ ചെയ്യുന്ന ടെസ്റ്റിംഗ് ട്രെയിനി തസ്തികയിലേക്കാണ്. അപ്പോൾ ആ ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. ആരെയായിരിക്കും ഹയർ ചെയ്യുക? ഓൾറെഡി സൂചിപ്പിച്ചു, ബിടെക് 2025 കഴിഞ്ഞവരെയാണ്. അവർക്ക് ചില ടെക്നിക്കൽ സ്കില്ല് വേണം. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ SDLCയുടെ ബേസിക് പ്രിൻസിപ്പിൾസും കൺസെപ്റ്റ്സും ഒക്കെ അറിഞ്ഞിരിക്കണം. സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് SQL ക്വറീസിൽ നോളജ് കാണണം. ഒരു ഇന്റർമീഡിയറ്റ് SQL ക്വറി ഒക്കെ എഴുതാനായിട്ട് പറ്റണം. ടെസ്റ്റിംഗ് നോളജ് കാണണം. അനാലിറ്റിക്കൽ ആൻഡ് ലോജിക്കൽ സ്കില്ലും കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാണണം. അപ്പം അങ്ങനെയുള്ള 2025 കഴിഞ്ഞ ബിടെക് അല്ലെ MCAക്കാർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇതിന്റെ ഷിഫ്റ്റ് ടൈമിങ്സ് 11 AM to 9 PM എന്നാണ് സൂചിപ്പിക്കുന്നത്. വർക്ക് ലൊക്കേഷന് വിപ്രോയുടെ കോയമ്പത്തൂർ, തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ വെച്ചിട്ടായിരിക്കും ജോലി ചെയ്യേണ്ടതായിട്ട് വരിക. ഇന്റർവ്യൂ പ്രോസസ്സ് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. ലോജിക്കൽ അസസ്മെന്റ്, ഗേറ്റ് ലോജിക്കൽ അസസ്മെന്റ് ഓൺ മൊബൈൽ എന്നാണ് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ മാനേജറൽ ഇന്റർവ്യൂ ഇൻ പേഴ്സൺ എന്നുമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ അപ്പോൾ 2025 കഴിഞ്ഞ ബിടെക് MCAക്കാരാണെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഒരു ഫോം ഉണ്ട്, ഇത് ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പോൾ ഇനി ഒരു എയർപോർട്ട് അവസരം കൂടി ഒന്ന് സൂചിപ്പിക്കാം. നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ, ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനൽ 2 പ്രവർത്തനങ്ങളൊക്കെയുള്ള ഈ സെമോലിന കിച്ചൺസ്, ഇവരുടെ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വോക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് 28 തീയതി മെയ് ആണ്. 10 AM വോക്ക് ഇൻ ചെയ്തെത്താവുന്ന അവസരങ്ങളാണ്. വോക്ക് ഇൻ ലൊക്കേഷൻ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനൽ 2 ആണ്. കോമി 1, കോമി 2, കോമി 3, അതുപോലെ DCDP, CDP, സൂഷെഫ് ഇങ്ങനെയൊക്കെയുള്ള പൊസിഷനിലേക്കാണ് ഈ ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ എന്തെങ്കിലും കോഴ്സുകൾ കഴിഞ്ഞവരോ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ വോക്ക് ഇൻ ഇന്റർവ്യൂ പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ അയച്ചും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ റിക്രൂട്ട്മെന്റ് കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അപ്പോൾ ഏതായാലും ഞാൻ മനസ്സിലാക്കിയ ചില അവസരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഏതായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണ് നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ജോബ് സൈറ്റിലൂടെയും ഒക്കെ ജോലി തേടുക. സേവനങ്ങളൊക്കെ സൗജന്യമാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു ഭാവി നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.